7-ാമത്തെ വാക്യം മുതല് നമ്മളിങ്ങനെ വായിക്കുന്ന, ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും വരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ 10 കൽപ്പനകളില് 10-ാമത്തെ കൽപ്പനയെ കുറിച്ചാണ് പറയുന്നത്. ബാക്കി 9 കൽപ്പനകളെ കുറിച്ചും പറയുന്നില്ല. കാരണം ബാക്കിയുള്ള 9 കൽപ്പനകളും ബാഹ്യമായിട്ട് തിരിച്ചറിയാവുന്ന കൽപ്പനയായിരുന്നു. ഞാൻ അല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, ശബത്തുനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക, ഇങ്ങനെ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. ഇങ്ങനെ 9 കൽപ്പനകളും പുറമെ കാണാൻ കഴിയുന്ന കാര്യം. അത് ലംഘിച്ചാൽ മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ 10-ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് കൂട്ടുകാരന്റെ യാതൊന്നും മോഹിക്കരുതെന്നുള്ളതായിരുന്നു. ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ, ആവർത്തനം 5:21 നമ്മളത് വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭവനത്തെയും നിലത്തെയും അവന്റെ വേലക്കാരനെയും വേലക്കാരത്തിയെയും അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ഈ 10-ാമത്തെ കൽപ്പനയോടുള്ള ബന്ധത്തിലുള്ള പ്രത്യേകത, ഒരാളത് ചെയ്താൽ അയാളെ ന്യായപ്രമാണ പ്രകാരം പിടികൂടാൻ പറ്റത്തില്ല. ഇത് ഉള്ളിലുള്ളൊരു കാര്യമാണ് മോഹം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ബാഹ്യതലത്തിലുള്ളതായിരുന്നു. 2-3 സാക്ഷികൾ ഉണ്ടെങ്കിൽ അതിനെ അവരെ ശിക്ഷിക്കായിരുന്നു. ഈ 10-ാമത്തെ കൽപ്പനയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് ആർക്കും കണ്ടെത്താനോ നമ്മളെ ന്യായപ്രമാണ പ്രകാരം വിധിക്കാനോ പറ്റത്തില്ല. അപ്പോസ്തലൻ 10-ാമത്തെ കൽപ്പന എടുത്തിട്ടാണ് തന്നെ കുറിച്ച് തന്നെയാ പറയുന്നത്. അവിടെ പറയുന്നത്, എങ്കിലും 7-ാം വാക്യം, ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു. തന്നോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്കറിയാം, ഒരു ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനിന്യെന്ന് പറയുമ്പം ഈ 9 കൽപ്പനയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. പക്ഷെ ഈ 10-ാമത്തെ കൽപ്പനയോടുള്ള ബന്ധത്തിൽ തന്റെ പ്രതികരണങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. 8-ാമത്തെ വാക്യം, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. കൽപ്പന ഇല്ലാതിരിക്കുമ്പം പാപത്തെ കണക്കിടുന്നില്ല. പക്ഷെ കൽപ്പന വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പാപത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിലേക്ക് ഒരാൾ വരുമ്പം, എല്ലാത്തിനും നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ന്യായപ്രമാണം കർത്താവിലേക്ക് നടത്താൻ ശിശുപാലകനായി ഭവിച്ചു. ഈ ന്യായപ്രമാണത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി താൻ എത്ര വലിയ പാപിയാണെന്നുള്ള ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് വരിക, താൻ പാപത്തെക്കുറിച്ച് അറിയുക ചെയ്യുന്നത്. അതുവരെ കൽപ്പനയില്ലാത്തടത്ത് നമ്മൾ എങ്ങനെ നടന്നാലും പാപമല്ലേ, നമ്മൾ ശിക്ഷിക്കപ്പെടത്തില്ല. പക്ഷെ കൽപ്പന വന്നു കഴിയുമ്പോഴാണ് നാം പിടിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെ ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ന്യായപ്രമാണം കൊടുത്തില്ലെങ്കിൽ, ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ ഒരു പാപത്തെയും വിധിക്കാൻ കഴിയത്തില്ലായിരുന്നു. ന്യായപ്രമാണം വന്നതോടുകൂടി പാപത്തെ വിധിക്കാവുന്ന ഒരു തലത്തിലേക്ക് എത്തി. 9-ാം വാക്യം, ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ന്യായപ്രമാണം ഇല്ലാത്തൊരു സമയത്തല്ലേ, ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങൾക്ക് കീഴിലല്ലാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വതന്ത്രനാണ്. പക്ഷെ ന്യായപ്രമാണം വന്നു കഴിയുമ്പോൾ, അല്ലെ കൽപ്പന വന്നു കഴിയുമ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പാപം അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞില്ല. കൽപ്പന വന്നതോടുകൂടി ഞാൻ പാപിയാണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിന്റെ അനന്തരഫലമായിട്ട് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകൽപ്പന പ്രകാരം ഈ കൽപ്പന വന്നു കഴിഞ്ഞപ്പം ഞാൻ പാപത്തെ അറിഞ്ഞെന്ന് മാത്രമല്ല, ഞാൻ ആത്മീയമായിട്ട് മരിക്കുകയും ചെയ്തു. ഇങ്ങനെ 10-ാം വാക്യം, ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. ഈ കൽപ്പനയുടെ ഉദ്ദേശം, കൽപ്പന വിശുദ്ധമാണ്, അത് ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കൊടുത്തൊരു കാര്യമാണ്. പക്ഷെ ഈ കൽപ്പന വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യം,
പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നുവെന്നോ ഒരു നാളും അരുത്. പാപം അത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. പലപ്പോഴും നമ്മൾ CFC ഇരിക്കുമ്പോൾ പോലും ഒരു കൂട്ടർക്ക് അവിടെ കേൾക്കുന്ന വചനമെല്ലാം മരണത്തിലേക്കും അസ്വസ്ഥതയിലേക്കും അസമാധാനത്തിലേക്കും നയിക്കുന്നതായിരിക്കും. പക്ഷെ വേറൊരു കൂട്ടർക്ക് അത് ജീവനിലേക്കും ഉത്സാഹത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കുന്നതായിരിക്കും. അതിന്റെ കാരണം നമ്മൾ ഏതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ കേൾക്കുന്ന വചനങ്ങളെല്ലാം അവരുടെ സമാധാനം കെടുത്തി കളയുന്നതാണ്. അതേസമയം ആത്മാവിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ കേൾക്കുന്ന വചനമെല്ലാം കൂടുതൽ ഉത്സാഹവും ഉണർവും പാപത്തിനെതിരായിട്ട് പോരാടാനായിട്ടുള്ള ശക്തി ഉളവാക്കുന്നതുമാണ്. നമ്മള് ഇതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചു, നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ഇതിന്റെ അവസാന ഭാഗത്ത് നാം ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നു. അപ്പൊ ഈ ആത്മാവിന്റെ തലത്തിലേക്ക് നീങ്ങുമ്പം നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണ്. പക്ഷെ നമ്മള് ജഡത്തിൽ വസിക്കുന്നിടത്തല്ല, ജഡത്തിൽ മനസ്സ് വെച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരാണ്. അങ്ങനെ ഇരിക്കുന്നവർക്ക് ന്യായപ്രമാണം പാപബോധത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ആത്മാവിന് ജീവിക്കുന്ന ഒരാള് അവൻ കേൾക്കുന്ന വചനം ന്യായപ്രമാണത്തിന്റെ ആത്മാവിലല്ല അവൻ കേൾക്കുന്നത്, ഒരു പുതിയ ജീവന്റെ ആത്മാവിലാണ്. അത് കേൾക്കുന്നവർക്ക് അവൻ ഉത്സാഹവും സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കും. പലപ്പോഴും നമ്മൾ ഈ ന്യായപ്രമാണത്തിന്റെ തലത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു നീതിബോധവും ആത്മീയവും ചിന്തിക്കുന്ന ചില പണികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ദൈവം ആദ്യം ചെയ്യുന്നൊരു കാര്യം ആ ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായി നമ്മളിലുള്ള പണികളെ ഇടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ കഴിയും. ചില മെസ്സേജ് കേട്ട് കഴിയുമ്പം നമുക്ക് ആകെപ്പാടെ ഉള്ള സമാധാനവും സന്തോഷമൊക്കെ പോകും, നമുക്കൊരു അസ്വസ്ഥതയൊക്കെ വരാൻ തുടങ്ങും. കാരണം എന്താ? ദൈവത്തിന് വിരുദ്ധമായൊരു പണി അവിടെ ഉണ്ടായിരുന്നു നമ്മളില്. അപ്പൊ ദൈവത്തിന്റെ വചനം ചെയ്യുന്ന ഒരു പ്രവൃത്തി അതിനെ ഇടിച്ച് തകർത്ത് കളയുക. അപ്പൊ നമ്മൾ വലിയ കാര്യമാണെന്ന് കൊണ്ടുവരുന്ന ഒരു കാര്യം ആ വചനത്തിന്റെ കേൾവിയുടെ മുമ്പിൽ ഒന്നുമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ഇരമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ ഇരമ്യാവിനോട് പറഞ്ഞൊരു കാര്യം നീ തുടങ്ങേണ്ട. അതിന്റെ ഇരമ്യാ പ്രവചനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇരമ്യാ പ്രവചനം അതിന്റെ ആദ്യത്തെ അധ്യായത്തിൽ കർത്താവ് ഇരമ്യാവിനെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം, പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു, നോക്കുക, നിർമൂലമാക്കാനും പൊളിക്കാനും നശിപ്പിക്കാനും ഇടിച്ചു കളവാനും പണിയുവാനും നടുവാനും വേണ്ടി. അപ്പൊ ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത് നിർമൂലമാക്കണം, പൊളിക്കണം, നശിപ്പിക്കണം, ഇടിച്ചു കളയണം. അതിനുശേഷം പുതിയൊരു പണി തുടങ്ങണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, പലതും ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒത്തിരി പണികളും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒത്തിരി ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. അതാണ് ശരിയെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ദൈവത്തിന് ചെയ്യുന്ന പ്രവൃത്തി അതിനെ ഇടിച്ച് നശിപ്പിച്ച് നിർമൂലമാക്കി കളയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത വരും. ഇതുവരെ പണിതൊക്കെ വെറുതെ ആയിപ്പോയില്ലോ, ശരിയല്ലായിരുന്നല്ലോ എന്നുള്ളത് നമ്മളൊരു അസമാധാനത്തിലേക്ക് കൊണ്ടുവരും. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ശരിയായ രീതിയിലുള്ള ഒരു പണിയും നടലും നടത്താനായിട്ടാണ്, ദൈവഹിതപ്രകാരമുള്ള. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവത്തിന്റെ കേൾവി എങ്ങനെയാണെന്നുള്ളത് നാം നമ്മെ തന്നെ ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞല്ലോ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പലയിടത്തു നിന്നും കണ്ടും കേട്ടും മനസ്സിലാക്കി നമ്മുടെ ധാരണകളിലുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു നിർമ്മാണവുമായിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ ദൈവനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്തത് കൊണ്ട് തന്നെ
പലയിടത്തും കണ്ടതും കേട്ടതിന് അപ്പുറത്തായിട്ട് നമ്മളിൽ തന്നെ വരുന്ന ഒരു ചില കാഴ്ചപ്പാടുകളും ദർശനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്. പക്ഷെ ഒരു ദിവസം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ അല്ലാന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു അസ്വസ്ഥത തോന്നും, ഒരു നിരാശ തോന്നും. പക്ഷെ അത് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് മത്തായി 6 പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവരെ നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചെറുതോ വലുതോ ഏത് പണിയായിക്കോട്ടെ അത് ദൈവഹിതപ്രകാരമുള്ള ഒരു പണിയായിരിക്കണം. നമ്മുടെ ഇഷ്ടപ്രകാരമോ അല്ലെ ലോകത്തിന്റെ ഗതിപ്രകാരമോ ഒന്നും ആയിരിക്കരുത്. അല്ലേ? ഈ പലപ്പോഴും നമ്മുടെ ചർച്ചിലോടുള്ള ബന്ധത്തില് പലപ്പോഴും പലരും പറഞ്ഞേക്കാം ആ സഭയിൽ അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കേട്ടത്, ഒരു ചർച്ചില് അവര് പറഞ്ഞു, അവിടുത്തെ ഉത്തരവാദിത്തമുള്ളവർ പറഞ്ഞു, നിങ്ങൾ ചർച്ചിനോട് കമ്മിറ്റഡ് ആണോ എന്നുള്ള കാര്യം ഞങ്ങളോട് പറയണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്തൃമേശയില് പങ്കെടുക്കാൻ പാടുള്ളൂ. ഒരു സഹോദരൻ പറഞ്ഞു അത് പുതിയൊരു ഉപദേശമാണല്ലോ, മറ്റൊരു സഭകളിലും അതില്ലല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മുടെ കേൾവികളെ നമ്മൾ ഇതുവരെ കേട്ടതിനോടുള്ള ബന്ധത്തിൽ താരതമ്യപ്പെടുത്തിയിട്ടാണ് ചിന്തിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഈ ദൈവത്തിങ്കിലേക്ക് വന്നവരൊക്കെ മരിക്കാൻ പോലും തയ്യാറായിട്ടാ വന്നേ. അവർക്ക് അവരുടേതായ ഒരു ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പം 2 തിമോഥെയോസ് 3 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഈ അവസാനത്തെ കാലഘട്ടത്തില് 3 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ഒരു നീണ്ട ലിസ്റ്റ് പറഞ്ഞ് അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ധരിക്കുന്നവരായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാല്, ഇന്നത്തെ സഭയൊരു ദുഷിച്ച തലത്തിലേക്ക് വന്നിട്ടുണ്ട്. എപ്പോഴും സാത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യം ദൈവിക തുടക്കങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അതുപോലെ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞാൻ പോയതിനു ശേഷം നിങ്ങളുടെ ഇടയിൽ കൊടിയ ചെന്നായ്ക്കൾ കടക്കും, അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതാ കാണുന്നത്. സഭയുടെ മുഖമുദ്ര എന്താ? ഒരു കുഞ്ഞാടിന്റെ മുഖമുദ്രയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു. കുഞ്ഞാടിന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, അതിന് പ്രതികാരം ചെയ്യാനോ പ്രതികരിക്കാനോ കഴിവില്ല. ഒരു ചെന്നാ പിടിക്കാൻ വരുമ്പോ എന്താ ചെയ്യുന്നത്? രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുകയുള്ളൂ, പക്ഷെ ചെന്ന അതിനെ പിടിച്ചോണ്ടും പോകും. അതിന്റെ നേച്ചർ അങ്ങനത്തേതാണ്. അപ്പൊ നമ്മളെയും ആ കർത്താവിന്റെ മനസ്സുള്ളവരാക്കുമ്പോൾ നമ്മുടെയും നേച്ചർ അങ്ങനെ ആയിട്ടാ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പോരാട്ടത്തിന്റെ ഒരു ഒരുക്കമോ തിരിച്ചടിക്കാനുള്ള മനോഭാവങ്ങളോ ഒന്നും നമുക്കില്ല. നമ്മൾ ബലഹീനരാണ്. ഒരാടെന്നുള്ള നിലയിൽ ഒരു ബലഹീന ജീവിയാണ്. അതിനെ ഇടയൻ വേണം സംരക്ഷിക്കാൻ. അതിന് സ്വയമായിട്ട് പ്രതിരോധിക്കാനോ സംരക്ഷിക്കാനോ കഴിയത്തില്ല. ഇടയന്റെ കാരുണ്യത്തിന് കീഴിൽ അത് ജീവിക്കുന്നത്. ഏത് ശത്രുവിനെ ഇടയനാ കണ്ടെത്തുകയും ശത്രുവിനെ ഓടിച്ച് അല്ലെ കൊന്ന് ഈ ആടിനെ രക്ഷിക്കുകയും വേണ്ടിയത്. പക്ഷെ ഇന്നത്തെ സഭകളിലേക്ക് നോക്കുമ്പോൾ അതിന് വിരുദ്ധമായ, അവിടെ തിമോഥെയോസ് പറയുന്ന 2 വാക്യങ്ങളുണ്ടല്ലോ, 2 തിമോഥെയോസ് 3 വായിക്കുമ്പോൾ അവിടെ അന്ത്യകാലത്തെ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന 1-2 വാക്കുകളുണ്ട്. അതിങ്ങനാണ്. നീണ്ട ലിസ്റ്റ് പറഞ്ഞിട്ട് 3-ലേക്ക് വരുമ്പോൾ, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വാത്സല്യമില്ലാത്തവര്, ഇണങ്ങാത്തവര്, ഏഷണിക്കാര്, അജിതേന്ദ്രിയന്മാര്, ഉഗ്രന്മാര്. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആടിന്റെ സ്വഭാവത്തിന് നേരെ വിരുദ്ധമായൊരു സ്വഭാവം ഇത്. ചെന്നായുടെ സ്വഭാവമാണ്. അത് വന്നാൽ കടിച്ചു കീറിക്കൊണ്ടേ പോകത്തുള്ളൂ. അപ്പൊ ചർച്ചിനുള്ളിൽ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാം നമ്മെ തന്നെ ശോധന ചെയ്യണം, മറ്റുള്ളവരെ നമ്മൾ വിവേചിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് തുടർന്ന് 4-ാം വാക്യത്തിൽ പറയുന്നത്, ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാക്ഷ്യക്കാരും നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, പല സഭകളോടുള്ള ബന്ധത്തിലും അവിടെയുള്ള സഹവിശ്വാസികളോടുള്ള ബന്ധത്തില് അവരെ ശോധന ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളാണ് അവരിലുള്ളത്.
ഒരാടിന്റെ മനോഭാവമോ ഗുണമോ അല്ല, അതിന് വിരുദ്ധമായിട്ടുള്ളതാ കാണാൻ കഴിയുന്നത്. വഴങ്ങാത്തവര് എന്ന് പറഞ്ഞ സ്വന്തം കാഴ്ചപ്പാടിൽ നടക്കിയത് അങ്ങനല്ലെന്ന് പറഞ്ഞാൽ അതിന് വിധേയപ്പെടാതെ തന്റെ കാഴ്ചപ്പാടിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന വഴങ്ങാത്ത മനോഭാവമുള്ളവർ. ആ വഴങ്ങൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് വഴങ്ങുകയല്ല, ദൈവവചനത്തിന് വഴങ്ങുന്ന കാര്യമാണ്, ദൈവവചനത്തിന് വിധേയപ്പെടുന്ന കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്താൽ അറിയാൻ കഴിയും, നമ്മൾ ഇവിടൊക്കെ നമ്മളെ തന്നെ ദൈവവചനത്തിന് വിധേയപ്പെടുത്തി കൊടുക്കാറുണ്ട്. നമ്മൾ വേറെ അങ്ങോട്ട് പോകണ്ട, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിന്തിച്ചാൽ മതി. നമ്മൾ നടക്കുന്നത് ദൈവവചന പ്രകാരമാണോ? 1 പത്രോസ് 2:2 വായിക്കുന്ന പോലെ കൃഷിക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാലും അനുസരിക്കുന്നവരാണോ? അതോ നമ്മൾ വഴങ്ങാത്തവരാണോ? നമ്മുടെ സ്വന്തത്തിൽ നിന്ന് വരുന്ന, നമ്മളിൽ തന്നെ വരുന്ന ചിന്തകൾക്ക് വിധേയപ്പെട്ട് വഴങ്ങാത്ത മനോഭാവത്തോടെ ദൈവവചനത്തിന് വിധേയപ്പെടാതെ ജീവിക്കുന്നവരാണോ നമ്മൾ? സഭയ്ക്കുള്ളിൽ സാത്താൻ ഇങ്ങനത്തെ ഒരു വിത്ത് വിതച്ചാണ് നമ്മളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. തുടർന്ന് 13-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു ഒരു നാൾ വരുത്, പാപം അത്രേ മരണകാരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപവും തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. നമ്മുടെ ഉള്ളില് പാപത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനത്തെ ഒരു ഗൗരവബോധം വരുന്നുണ്ട്. നമ്മൾ കോപിച്ചതിന് ശേഷം, പരാതി പറഞ്ഞതിന് ശേഷം, കൈപ്പോടി നിന്നതിന് ശേഷം നമ്മുടെ ഉള്ളില് നമ്മൾ ഇതിനെ ന്യായീകരിക്കുന്നവരാണോ, നമ്മൾ നിലവിളിക്കുന്നവരാണോ? അയ്യോ ഞാൻ പാപം ചെയ്തു എന്ന് പറയുന്നവരാണോ, അതോ നമ്മുടെ പാപത്തെ ന്യായീകരിക്കുന്നവരാണോ? നമ്മളെ തന്നെ ശോധന ചെയ്യാൻ പലപ്പോഴും നമ്മൾ നമ്മുടെ പാപത്തെ ന്യായീകരിക്കുന്ന കാണാൻ കഴിയും. അതങ്ങനെ, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. പക്ഷെ ഒരു യഥാർത്ഥ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് ന്യായീകരണങ്ങളില്ല. ന്യായീകരണം ഉള്ളിടത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാനായിട്ട് ബാധ്യസ്ഥരാണ്. നമ്മുടെ മനസ്സ് പുതുക്കും തോറും ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം വരും. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യം മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്ന് പറഞ്ഞാൽ, ഈ ആടിന്റെ മനോഭാവമുള്ള ഒരാള് എപ്പോഴും സൗമ്യതയും താഴ്മയുള്ള ഒരാളായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനും തിരുത്തപ്പെടാനും വിധേയപ്പെടാനും മനസ്സുള്ളവരായിരിക്കും. അപ്പൊ നാം നമ്മെ തന്നെ ശോധന ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ഉള്ളില് നമ്മളൊരു ശിഷ്യന്റെ മനസ്സോടെയാണോ ഇരിക്കുന്നത്, അതോ അല്ലയോ? ഒരു ശിഷ്യനോടുള്ള ബന്ധത്തിൽ ഗുരുവിന്റെ മുമ്പിൽ അവൻ എപ്പോഴും അങ്ങോട്ടൊന്നും പറയാനില്ല, സ്വീകരിച്ചുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ആ ശിഷ്യന് ഗുരുവിന് വിധേയപ്പെടാതെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും തന്നെത്താൻ ന്യായീകരിക്കുകയും ചെയ്തൊരു വ്യക്തി ഈ ഒരു കുഞ്ഞാടിന്റെ മനോഭാവമുള്ള ഒരാളല്ല. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് കാണാം. പല സാഹചര്യങ്ങളിലും നമുക്കിഷ്ടം കേൾക്കുന്നതിനേക്കാൾ അങ്ങോട്ട് സംസാരിക്കുന്നതാണ് ഒരു ശിഷ്യന്റെ പ്രത്യേകത. നമുക്ക് യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, ശിഷ്യന്റെ നാവും ശിഷ്യന്റെ ചെവിയും. എപ്പോഴും കേൾക്കാനുള്ള മനസ്സുള്ളവർ, അങ്ങോട്ട് സംസാരിക്കാനല്ല, കേട്ടുകൊണ്ടേയിരിക്കാൻ. ദൈവത്തിൽ നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിൽ നിന്ന് കേട്ടുകൊണ്ടേയിരിക്കാനുള്ള ഒരു മനസ്സാണോ, അതോ തിരിച്ചങ്ങോട്ട് സംസാരിക്കാനുള്ള മനസ്സാണോ നമുക്കുള്ളതെന്ന് ചോദ്യം. എപ്പോഴും നമ്മളൊരു പ്രതിരോധത്തിന്റെ ആത്മാവിലാണോ നിൽക്കുന്നത്, അതോ വഴങ്ങുന്നവരായിട്ടാണോ നിൽക്കുന്നത്? ഇസ്രായേലിനോട് പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് കേൾക്കുന്ന ചെവിയും വഴങ്ങുന്ന ഹൃദയവും ലഭിച്ചിട്ടില്ല. ഒരു ശിഷ്യന്റെ അടിസ്ഥാന മനോഭാവം ഇതിലുണ്ടാകും: കേൾക്കുന്ന ചെവിയും വഴങ്ങുന്ന ഹൃദയവും, തന്നെത്താൻ വിധേയപ്പെടുത്തുന്ന ഒരു മനോഭാവം. അപ്പൊ നമുക്കതില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ളതാണ്. തുടർന്ന് 14-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കും: ന്യായപ്രമാണം ആത്മീയമെന്ന് അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്ന ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല വഹിക്കുന്നതിനെ അത്ര ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാതിനെ ചെയ്യുന്നതെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്ര. ഇത് നമ്മുടെ ഒരു ദുർമനസാക്ഷിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വചനം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, ന്യായപ്രമാണം നല്ലതാണ്, ആത്മീയമാണെന്ന് ഞാൻ അറിയുന്നു, പക്ഷെ ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി
വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്ന ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനല്ല, പകയ്ക്കുന്നതിനെ എത്ര ചെയ്യുന്നേ. ഈ ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം റോമർ 6-ന്റെ 6-7 വാക്യങ്ങൾ നമ്മളിങ്ങനെ 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. പഴയ മനുഷ്യനെ ക്രൂശിക്കപ്പെട്ട് മരിച്ച ഒരു വ്യക്തി പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അത് പറഞ്ഞിരിക്കുന്നത് ബോധപൂർവമായിട്ടുള്ള പാപങ്ങളോടുള്ള ബന്ധത്തിലാണ്. ബോധപൂർവമായിട്ടുള്ള പാപങ്ങളാണ്. ഇവിടെ ഇനിയും പറഞ്ഞു വരുന്നത് അബോധ മനസ്സിലുള്ള അബോധപൂർവമായ പാപങ്ങളെ കുറിച്ചാണ്. നമുക്ക് കാണാൻ കഴിയാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത. 1 യോഹന്നാനിൽ അപ്പോസ്തലൻ പറഞ്ഞല്ലോ, നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന സത്യം നമ്മൾ ഇല്ലാതെയായി. ഈ ബോധപൂർവം അല്ലാത്ത പാപങ്ങളോടുള്ള ബന്ധത്തിൽ അതാ ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പദപ്രയോഗം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്താൽ നമുക്കറിയാം, നമ്മുടെ എല്ലാ ഉള്ളിൽ, പ്രത്യേകിച്ച് CFCയിൽ ഇരിക്കുന്നവർ, അത് ഇംഗ്ലീഷ് ഫോർ ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ഡൂയിങ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഭാര്യയെ സ്നേഹിക്കണം, കൈപ്പോട്ടിരിക്കരുത്. അപ്പൊ നമ്മളങ്ങനെ എരിവിലാ വീട്ടിലോട്ട് വരുന്നത്. ഇന്ന് ബഹളം വെക്കുകയോ കോപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യരുത്, ചേർത്ത് പിടിക്കണം എന്നൊക്കെ വിചാരിച്ചാ വരുന്നത്. പക്ഷെ വന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്തു പോകുന്നു. നമ്മുടെ ശബ്ദം കൂടുന്നു, കുറ്റപ്പെടുത്തുന്ന ചില വാക്കുകളൊക്കെ പറയുന്നു, അസ്വസ്ഥത വരുന്നു. നമ്മുടെ ആഗ്രഹം എന്താ? അങ്ങനെ ഒന്നും ചെയ്യരുത്. പക്ഷെ നമ്മൾ അറിയാണ്ട് തന്നെ ചെയ്തു പോകുന്നു. അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഐ ഡു നോട്ട് വാണ്ട് ടു ഡു, ഐ എഗ്രി വിത്ത്. അവിടെ പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഓർ ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ഡൂയിങ്, ഓർ ഐ ആം നോട്ട് പ്രാക്ടീസിങ് വാട്ട് ഐ വാണ്ട് ടു ഡു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ചില ആഗ്രഹങ്ങളുണ്ട് എൻ്റെ ഉള്ളില്, പക്ഷെ ഞാൻ ചെയ്യുന്ന അതല്ല. ഇത് മാത്രമല്ല, ബട്ട് ഐ ഡു ദ വെരി തിങ് ഐ ഹേറ്റ്, ഞാൻ വെറുക്കുന്നതിനെ ഞാൻ ചെയ്യുന്നത്. അവിടെ ആ ഒരു ഐ എന്ന് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ അപ്പോസ്തലൻ 15-ാമത്തെ വാക്യത്തിൽ ഞാൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ വില്ലിൽ ഞാൻ ദൈവേഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ എന്നിലുള്ള മറ്റെന്തോ എന്നെ പാപത്തിലേക്ക് തള്ളിവിടുന്നു. എൻ്റെ വില്ലിനോട് ചോദിച്ചാൽ, സാഗ്ബ്രദർ എപ്പോഴും പറയാറുണ്ട്, ഒരാൾ വീണ്ടും ജനിച്ചു എന്നുള്ള ഒരു അടിസ്ഥാന തെളിവ് പാപം ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥം വീണ്ടും ജനിച്ച ഒരാളുടെ ഉള്ളിൽ പാപം ചെയ്യാൻ ആഗ്രഹം ഇല്ല. അതാണ് വീണ്ടും ജനിക്കുന്നുള്ളതിന് പ്രാഥമിക ലക്ഷണം. പക്ഷെ ആഗ്രഹം ഇല്ലാതിരിക്കെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാന് തിന്മയാണ് ചെയ്യുന്നത്. എൻ്റെ ആഗ്രഹം മുഴുവൻ നന്മ ചെയ്യണമെന്നാണ്. പക്ഷെ ഞാൻ ചെയ്തു വരുമ്പോൾ അത് തിന്മയായിത്തീരും. സ്നേഹത്തോടെ സംസാരിക്കണമെന്ന് ആഗ്രഹം, പക്ഷെ ഞാൻ കഠിനനായിട്ടാണ് സംസാരിക്കുന്നത്. ക്ഷമിക്കണമെന്ന് ആഗ്രഹം, പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. കുറ്റപ്പെടുത്തരുതെന്ന ആഗ്രഹം, പക്ഷെ ഞാൻ കുറ്റപ്പെടുത്തി പോകുന്നു. എൻ്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഇതൊന്നും ചെയ്യരുതെന്ന് എൻ്റെ ആഗ്രഹം. അത് ചെയ്യരുതെന്ന് മാത്രമല്ല, നന്മയായിട്ടുള്ളത് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം, പക്ഷേ എനിക്കത് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്, 2-ാം ഭാഗത്ത്, പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പഴിക്കുന്നതിനെ അത്ര ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്ര എന്ന് പറഞ്ഞിട്ട് 18-ാം വാക്യത്തിൽ, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു, നന്മയുള്ള താല്പര്യമുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പം ബോധപൂർവമായ പാപങ്ങളോടുള്ള ബന്ധത്തിൽ അതിനെ ജയിക്കുന്നതിനെ കുറിച്ച് 6-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഇവിടെ അപബോധപൂർവമായ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിരുദ്ധമായിട്ട് ചെയ്യുന്ന പാപങ്ങളെ കുറിച്ചാണ്. അപ്പൊ അവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തിരിക്കുന്ന ഒരു നിലപാട് 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ആകയാൽ അതിനെ ചെയ്യുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പൊ നമ്മളും ഈ ഒരു മനോഭാവം ഉള്ള ഒരു വ്യക്തിയാണെങ്കിലേ ക്ഷമ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നമ്മളെന്താ പറയുന്നത്? ഞാൻ ഇങ്ങനെ ചെയ്യാനല്ല ആഗ്രഹിച്ച് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ആഗ്രഹം മുഴുവൻ ഇതിന് വിരുദ്ധമായിട്ട് ചെയ്യണമെന്നാണ്. കീഴടങ്ങിയിരിക്കണം, മത്സരിക്കാതിരിക്കണം,
ആകാത്ത വാക്കൊന്നും പറയാതിരിക്കണം, വേണ്ടാത്തടത്തോട്ട് നോക്കാതിരിക്കണം, വേണ്ടാത്തൊന്നും ചെയ്യാതിരിക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. പക്ഷേ ഞാനത് ചെയ്തു പോകുന്ന അവിടെ അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യം, ഞാനല്ല അത് ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ വളരെ എൻ്റെ വില്ല് ഇതിനെതിരാണ്. പക്ഷേ എൻ്റെ ശരീരത്തിലുള്ള പാപത്തിന് ഞാൻ അടിമയായി പോകുന്നു. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നത് ഞാൻ അറിയുന്ന നന്മയുള്ള താല്പര്യം കൊണ്ട് പ്രവർത്തിക്കുന്നതില്ല. 19-ാം വാക്യം, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. ഇത് നമ്മൾ ശരിക്കും ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുർമനസാക്ഷി ഉണ്ടാവത്തില്ല. ഉദാഹരണം, നടക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ അവൻ ഏറ്റവും പേടിക്കുന്ന വീഴുമെന്നാണ്. നമ്മൾ അവനോട് വീഴാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ എന്നാ പറയും, അയ്യോ എനിക്ക് വീഴാതെ നടക്കണമെന്ന് ആഗ്രഹം. പക്ഷെ വീണ് പോകുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അവന്റെ ഇച്ഛ എന്താ, അവന്റെ വില്ലിൽ എന്താ അവന്റെ ആഗ്രഹം? വീഴാതെ നടക്കണം. അവൻ പേടിക്കുന്നത് വീഴ്ചയാ അല്ലെ. അവര് ഇങ്ങനെ പേടിച്ച് പേടിച്ച് പിച്ച് വെക്കുമ്പോൾ അവരുടെ ഭയം മുഴുവൻ വീണു പോകുമെന്നുള്ളതാണ്. വീടില്ലെന്ന് ആഗ്രഹമുണ്ട് അവന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വീഴാനുള്ള ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം നമ്മെ തന്നെ വിധിച്ച് മനസ്സിലാക്കണം. നമ്മൾ വീഴുമ്പോൾ ഇവിടെ നമുക്ക് എന്നാലേ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ 20-ാം വാക്യത്തിൽ വായിച്ച പോലെ, ഞാൻ ഇച്ഛിക്കുന്നതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വില്ലിലല്ല ചെയ്യുന്നത്. എൻ്റെ വില്ല് മുഴുവൻ പാപം ചെയ്യരുന്നുള്ള ആഗ്രഹമാണ്, വീഴരുന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ ഞാൻ വീണു പോകുന്നതിൻ്റെ അത് ചെയ്യുന്നൊരു കാര്യം 20-ാം വാക്യത്തിൽ, എന്നിൽ വസിക്കുന്ന പാപമത്രേ. 21-ാം വാക്യം, അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം കാണും. തുടർന്ന് പറഞ്ഞില്ല, ഉള്ളം കൊണ്ട് എന്ന് പറഞ്ഞ എൻ്റെ വില്ലിൽ ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. എൻ്റെ വില്ലിൽ ഞാൻ പാപം ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഇഷ്ടം മുഴുവൻ ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനത്തിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. പക്ഷെ എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. എൻ്റെ ശരീരത്തിലുള്ള. അതുകൊണ്ടാണ് നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പം 13-ാം വാക്യത്തിൽ വായിക്കും, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കുന്ന ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ശരിക്കും അവിടെ നമ്മൾ അതിന്റെ ക്രമത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്, ഇങ്ങനെ വരണ്ടേ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കുന്ന നിശ്ചയം, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്നാണ് നമ്മുടെ ബുദ്ധിയിൽ വരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചേ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ദൈവത്തിന് പകരം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. റോമർ 12 പറഞ്ഞ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, മനഃപൂർവമായിട്ട്. അത് നമ്മുടെ ഉള്ളില് ദിനംപ്രതി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം ശോധന ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ വില്ലിലാണ് വിശ്വാസത്താൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് എന്താ? ഇപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഇല്ലേ, നമ്മുടെ ആത്മാവിൽ ഉള്ളിൽ ഭാര്യയോട് സ്നേഹത്തോടെ ഇടപെടണം. എനിക്ക് പലപ്പോഴും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെക്കാൻ നേരെയാക്കണമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ രണ്ടുകൂടെ ഒന്നിച്ച് തുടങ്ങും. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ പഴയതിനേക്കാൾ മോശമാകും, കൂടുതൽ അകന്നു പോവുക ചെയ്യുന്നത്. വില്ലിലാഗ്രഹം ഒന്ന് കൂടുതൽ നന്നായി വരണമെന്നാണ്. പക്ഷെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ നടക്കുക. കാരണം എന്താ, നമ്മുടെ ആത്മാവിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും ഉയർന്നു വരിക ചെയ്യും. അങ്ങനെ കൂടുതൽ അകന്നു പോവുക ചെയ്യും. പക്ഷെ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാല്, ആ ശരീരത്തെ ഒരു യാഗമായിട്ട് കൊടുക്കുന്നിടത്ത് ആണ് ഞാൻ ആത്മാവിൽ കൂടുതൽ കൂടുതൽ ബലപ്പെടാൻ തുടങ്ങുന്നത്. ആത്മാവ് കൊണ്ടാണ് പണി നടക്കുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ടൊരു പണി നടക്കത്തില്ല, ആത്മാവ് കൊണ്ടാണ് നടക്കുന്നത്. ആത്മാവ് കൊണ്ട് പണി നടക്കണം. ഞാൻ ആത്മാവിനെ അനുസരിക്കണം, ആത്മാവിനെ കേൾക്കണം, ആത്മാവിനെ അനുസരിക്കണം.
നമ്മള് തീത്തോസിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. തീത്തോസിലല്ല, തീമോഥെയോസിൽ തന്നെയാണ്. 2 തീമോഥെയോസില് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 2-ാം അധ്യായത്തിലാണ് 24 വാക്യങ്ങളില്, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നതിന് അത്ര ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്നൊഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകും. പക്ഷെ പലപ്പോഴും നമുക്കില്ലാത്തത് ഈ സൗമ്യതയാണ്. 1-2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് മനസ്സിലാകാണ്ട് വരുമ്പോൾ നമ്മുടെ സൗമ്യതയൊക്കെ പോകും, നമ്മള് ശാന്തതയൊക്കെ പോകും, ശണ്ട വരും, നമ്മൾ മുറിപ്പെടും, അസ്വസ്ഥരാകും, കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ പയ്യെ എഴുന്നേറ്റ് സ്ഥലപ്പെടും. പക്ഷെ ഇവിടെ ദൈവത്തിന് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകും എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിന്ന് പ്രകോപനം ഉണ്ടാക്കുന്ന മറുപടികളും ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ സൗമ്യത നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ മറ്റേ ആള് ശരിയാവുന്നതോടുകൂടി നമ്മൾ ശരിയാവണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാ കാണേണ്ടത്. കർത്താവ്, എനിക്ക് സൗമ്യതയില്ല, നീ എന്നോട് പറഞ്ഞത് ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനായാൽ നിന്റെ മുഖമേറ്റ് എന്നോട് പഠിക്കണമെന്നാ. ആ സൗമ്യതയാകുന്ന മുഖം എനിക്ക് ഏക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നും വളരെ പെട്ടെന്ന് അസ്വസ്ഥനും മുറിപ്പെടുന്നവനും ആ കർത്താവെ, എന്നോട് കരുണ തോന്നണം. നമ്മൾ കർത്താവിനോട് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളിപ്പോ സഹോദരനോടും പറയണം. എന്റെ ആഗ്രഹം ഇങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുതെന്നാണ്, പക്ഷെ അറിയാണ്ട് സംഭവിച്ചു പോകുന്നു. എന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ അവിടെ പറയാം, എന്റെ ജഡത്തിലൊരു നന്മയും ഇല്ല, എന്റെ വില്ലിലുണ്ട്, ഇച്ഛയിലുണ്ട്, പക്ഷെ ഞാൻ വീണു പോകുന്നു, എന്നോട് കരുണ കാണിക്കണം. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ താഴ്ത്താൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തെയാണ് നമ്മളിവിടെ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് റോമറിലേക്ക് മടങ്ങി വരാം, 7-ാം അധ്യായത്തിലേക്ക്. അവിടെ 22 പറയുന്നു, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ചിന്തകളില് നമ്മൾ എങ്ങനെ തുടരുന്നതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു, ഫോർ ഐ ജോയ്ഫുള്ളി എഗ്രി വിത്ത് ദ ലോ ഓഫ് ഗോഡ് ഇൻ ദ ഇന്നർ പേഴ്സൺ. അകത്തെ മനുഷ്യനിൽ ഞാൻ ദൈവത്തിന്റെ പ്രമാണങ്ങളോട് സന്തോഷത്തോടെ യോജിക്കുന്നു. തുടർന്ന് പറയുന്നത്, ദ ലോ വിച്ച് ഈസ് ഇൻ മൈ ബോഡീസ് പാർട്സ്. എൻ്റെ ശരീരത്തിലുള്ള പാപപ്രമാണത്തിന് തന്നെ ഞാൻ കണ്ടെത്തിയൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഈ ശരീരത്തിലുള്ള പാപപ്രമാണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജഡത്തിൽ ഈ വിത്തുകളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആ വിത്തുകള് നമ്മുടെ മനസ്സിൽ സ്വീകരിച്ചൊരു പാപമായി നമ്മുടെ ശരീരം കൊണ്ട് ഒത്തിരി പാപം ചെയ്ത് ശീലിച്ചേറെ. കോപം അല്ലേ? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാൻ അറിയാം. നമ്മുടെ ആഗ്രഹം കോപിച്ചൊന്നും പറയരുതെന്ന, പക്ഷെ നമ്മൾ പോകും. അതേസമയം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട്, ഇപ്പൊ ഒരു മദ്യപാനികളുടെ സദസ്സിൽ നമ്മൾ ഇരിക്കുകയാണല്ലേ, ഞാൻ ഇരിക്കുകയാണ്, എനിക്കൊരു പരീക്ഷയില്ല, എനിക്കൊരു പരീക്ഷയേ അല്ല, എനിക്ക് ഒരല്പം പോലും ഞാൻ പരീക്ഷിക്കപ്പെടുന്നില്ല. പക്ഷെ കോപത്തിന്റെ കാര്യത്തിൽ ഞാൻ വല്ലാണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്താ കാരണം? ഞാൻ എൻ്റെ ഈ ശരീരം കൊണ്ട് ഈ കോപം ഒത്തിരി വെളിപ്പെടുത്തി, കോപത്തിൽ തുടർന്ന് കോപം പ്രവർത്തിച്ച് അതെന്റെ ശരീരത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ മുഖത്തോടെ നോക്കുന്ന, കോപത്തോടെ സംസാരിക്കുന്ന, പിണങ്ങുന്ന, കയ്പുള്ളവനായിരിക്കുന്ന, ഈർഷ്യയുള്ളവനായിരിക്കുന്ന, നിഗളമുള്ളവനായിരിക്കുന്ന, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിൽ തുടരുന്നില്ലെന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ പഴയ മനുഷ്യനെ കുറിച്ചവരോടുള്ള ബന്ധത്തിൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടി. പക്ഷെ എന്നാലും എൻ്റെ ശരീരത്തിലുള്ളൊരു പാപപ്രമാണമുണ്ട്. നിരന്തരമായിട്ട് എൻ്റെ ആത്മാവിനെതിരായിട്ട് പോരാടുന്ന ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിന് ഞാൻ പലപ്പോഴും, അതാ പറഞ്ഞ, ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറെ പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. 23
അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിനെ ബദ്ധനാക്കി കളയുന്നു. അല്ലെ, നമുക്കറിയാം, നമ്മുടെ അനുഭവത്തെ അറിയാം. നമുക്ക് വഴക്കുണ്ടാക്കണമെന്നോ ഒച്ചപ്പാട് ഉണ്ടാക്കണമെന്നോ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല വേണ്ടി ജനിച്ച ഒരാൾക്ക്. അത് ചെയ്യരുതെന്ന് ആഗ്രഹം. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിനെ ബദ്ധനാക്കി കളയുന്നു പറഞ്ഞ് 24-ാം വാക്യത്തിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പടിപടിയായിട്ട് വളരുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം, ജഡത്തിലായിരിക്കുന്നിടത്തോളം കാലം നമ്മളിൽ നിന്ന് പാപത്തെ പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റത്തില്ല. അത് നമ്മുടെ മരണം വരെ ഇവിടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ജഡത്തിൽ മനസ്സ് വെക്കുന്നില്ല. റോമർ 8:6, ജഡത്തിൽ വെച്ച മനസ്സ് മരണം, ആത്മാവിൽ വെച്ച മനസ്സോ നീതിയും സമാധാനം. അപ്പൊ നമ്മുടെ മനസ്സല്ല, ഇന്നർ മേൻ എവിടെ ഇരിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിലാണോ ജഡത്തിലാണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മളെ പടിപടിയായിട്ട് ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. പല പാപങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല. അവിടെ നമ്മൾ പലപ്പോഴും പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞതിൽ എന്താ സൗര തെറ്റ്? ആന്തരിക കണ്ണു തുറക്കാത്ത ഒരാൾ അത് ചോദിക്കും. പക്ഷെ ആന്തരിക കണ്ണു തുറന്ന ഒരാള് അത് ചോദിക്കത്തില്ല. കാരണം ഈ ഒരു വാക്യമുണ്ട്, എന്നിൽ ഒരു നന്മയില്ല. അതുകൊണ്ട് തന്നെ തിന്മ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരാൾ ആ തിന്മയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ താഴ്മയുള്ള ഒരാളാണ്, വളരെ പെട്ടെന്ന് അംഗീകരിക്കും, തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യത്തില്ല. സഹോദരൻ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയുന്നുണ്ടേ അതിലെന്താ തെറ്റെന്നൊരു ചോദ്യം വരത്തില്ല. കാരണം നമ്മളിലൊരു നന്മയില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് വരുന്നത് തിന്മയായിരിക്കും. സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ മാത്രമേ നന്മ വരത്തുള്ളൂ. നമ്മൾ ഒട്ടിച്ചതിനെ കുറിച്ച് അതാ റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് കൊണ്ട് ഒട്ടിച്ച നമ്മൾ വായിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് വരുന്നത് നന്മയായിരിക്കും. എല്ലാ സമയത്തും നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ അറിയാം, ഒരു കാര്യത്തിന് മറുപടി പറയാൻ ആദ്യത്തെ തള്ള് നമ്മളിൽ തന്നെയാണ് വരുന്നത്. നമ്മളവിടെ നാവിനെ നിയന്ത്രിക്കുകയും നിശബ്ദരായിരിക്കുകയും ആത്മാവിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദൈവേഷ്ടം അവിടെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ കർത്താവ് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. സ്വതവേ, സ്വയമായിട്ട് എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് വരുന്ന എല്ലാം ദൈവദൃഷ്ടത്തിന് വിരുദ്ധമായിരിക്കും. അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 3-5 വാക്യത്തിലാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിൽ നിന്ന് തന്നെ വലുതും വരുമ്പോൾ നിരൂപിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. ആത്മാവിന്റെ ദാനത്തിൽ നിന്നാണ്, ആത്മാവിനെ ഞങ്ങൾ നിരൂപിക്കുന്നത്. ആ നിരൂപണത്തിൽ നിന്ന് വരുന്നതൊക്കെ ആത്മീയമായിരിക്കും. പക്ഷെ നമ്മളിൽ തന്നെ, നമ്മുടെ സ്വയത്തിൽ നിന്ന് നമ്മൾ നിരൂപിക്കുന്ന എല്ലാം പാപമായിരിക്കും. 24-ാം വാക്യത്തിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അതീവ ശരീരത്തിനെ ആർ വിടുവിക്കും. നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു നിലവിളിയുണ്ട്. നമ്മൾ പരാജയപ്പെട്ടതിന് ശേഷം, കൈപ്പോടിരുന്നതിന് ശേഷം, നീരസപ്പെട്ടതിന് ശേഷം, കുറ്റപ്പെടുത്തിയതിന് ശേഷം നമ്മൾ പലപ്പോഴും മറ്റേ ആളെ ചൂണ്ടിയിട്ട, അയ്യോ അയാൾ അരിഷ്ട മനുഷ്യനല്ലേ, അവൾ അരിഷ്ട മനുഷ്യ, ഞാൻ നല്ല ആളാണ്, അവരരിഷ്ടയായതുകൊണ്ടാണ്, അല്ലെ അരിഷ്ടനായോണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നിട്ടില്ല. യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്ന ഒരു വ്യക്തി എപ്പോഴും പറയുന്നത്, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ചെയ്യേണ്ടതല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യരുതാത്ത ഞാൻ ചെയ്യുന്നത്. അവിടെ ന്യായീകരണങ്ങളില്ല, തന്നെത്താൻ സമർപ്പിക്കലാണുള്ളത്. എനിക്ക് തെറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു, എൻ്റെ നാവിനെ നിയന്ത്രിക്കണമായിരുന്നു, എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കണമായിരുന്നു, എനിക്ക് തെറ്റിപ്പോയി. നമുക്ക് ആ ഒരു നിലവിളി ഉള്ളവരെയാണ് കർത്താവ് സഹായിക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ കൊണ്ട് പറയാണ് തന്നെ കുറിച്ച് തന്നെ, അയ്യോ അല്ലെ, അയ്യോ എന്നുള്ള പദപ്രയോഗം ശ്രദ്ധിച്ച്. യെശയ്യാപ്രവചനത്തിലുണ്ട്, ആദ്യ യെശയ്യാവ് മറ്റുള്ളവർക്ക് അയ്യോ അവർക്ക് കഷ്ടം, അയ്യോ അവർക്ക് കഷ്ടം എന്നാ പറയുന്നത്. അവസാനം ദൈവത്തിന്റെ തേജസ് കണ്ടപ്പം താൻ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം. അതാണ് ഈ അപ്പോസ്തലൻ അതാ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അതിന് ശരീരത്തിനെ ആർ പിടിക്കും. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. അടുത്ത വാക്യം എന്താ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം, നമ്മള്
ആത്മാവിന്റെ പക്ഷത്ത് നിൽക്കുന്നോ ജഡത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നോ? ആ ഒരു ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ആത്മാവിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് തന്റെ തെറ്റുകളെ അംഗീകരിക്കുകയും ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ അരിഷ്ടനാണ്, കുഴപ്പം എന്റേതാണെന്ന് ഏറ്റെടുക്കുകയും ചെയ്യും. ആ ഒരു ആന്തരിക കാഴ്ചപ്പാടില്ലാത്തൊരു വ്യക്തി മറ്റേ ആളിലേക്ക് വിരൽ ചൂടിക്കൊണ്ടേയിരിക്കും. എന്റെ കുഴപ്പമല്ല സഹോദര, അവരുടെ കുഴപ്പമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലിയായിട്ട് സംസാരിച്ചപ്പം ആ സഹോദരൻ പറയുന്നൊരു കാര്യം, ഞാൻ വളരെ പെർഫെക്റ്റാ, എനിക്കൊരു കുഴപ്പമില്ല, ഒക്കെ പുള്ളിക്കാരിയുടെ കുഴപ്പമാണ്. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം അതൊരു പരീക്ഷന്റെ ആത്മാവാ. നീ നിൽക്കുന്ന ചുങ്കക്കാരനെ ഭാവിയെ പോലെ അല്ലായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അവിടെ എല്ലാ ഉള്ളിൽ നമുക്കിത് കാണാൻ കഴിയും, ഒരു തലത്തിലെ വേറൊരു തലത്തിൽ. എന്റെ കുഴപ്പമല്ല. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ആന്തരിക കണ്ണ് തുറന്നിട്ടില്ല, നമ്മുടെ വില്ല് ഇതുവരെ കർത്താവിനോടൊപ്പം നിന്നിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് കേട്ടത്. ഒരു ഭാഗം മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പം എന്തിനാ കർത്താവ് ക്രൂശിൽ കയറിയെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറയും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പത്രോസ് അപ്പോസ്തലൻ 1 എന്താ പറയുന്നത്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതാണ് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറിയത്. നമ്മൾ പാപത്തിന് മരിച്ചാൽ മാത്രം പോരാ എന്ന് പറഞ്ഞാൽ സൗകര്യോടൊന്നും പറയുന്നില്ല, ഞാനൊന്നും പ്രതികരിക്കുന്നില്ല, എന്ത് കേട്ടാലും ഞാൻ മിണ്ടാതിരിക്കും. അതൊരു വശമായുള്ളൂ. അതിന്റെ എതിർവശമുണ്ട്. നീതിക്ക് ജീവിക്കണം. മരണം മാത്രമല്ല ഉള്ളത്, പുനരുദ്ധാനമുണ്ട്. ആ പുനരുദ്ധാനത്തിലാണ് ഞാൻ ഭാര്യയെ സ്നേഹിക്കുകയും കയ്പില്ലാതിരിക്കുകയും കരുതുകയും ഉത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ അത് ചെയ്യാതെ ഇങ്ങേ വശത്തൊരു മരണം വഹിച്ചുകൊണ്ട് എപ്പോഴും ഇല്ല. അങ്ങനെ മരിക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയാം? എപ്പോഴും ഗ്ലൂമി ആയിരിക്കും. അവരുടെ ചിന്ത മുഴുവൻ മറ്റേ ആൾ ചെയ്യുന്ന കുഴപ്പങ്ങളെ കുറിച്ചുള്ള ചിന്തയായിരിക്കും, അവരെ കുറിച്ചുള്ള പരാതിയും അസ്വസ്ഥതയും. എന്ന് പറഞ്ഞാൽ ആത്മീയ സന്തോഷം കാണത്തില്ല. ക്രൂശൊക്കെ എടുക്കുന്നുണ്ട്. പണ്ടൊരു സഹോദരൻ ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ വന്നപ്പം ഈ അപ്പനെയും അമ്മയും ഭാര്യയും ഒക്കെ വെറുക്കണം എന്ന് പറഞ്ഞപ്പോ അത് തന്നെ സഹോദരൻ ഞാനും പറയുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ സഹോദരൻ അവരെയൊന്നും കാണത്തില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് തന്നെയാ ഞാനും പറയുന്നത്, പക്ഷെ നമ്മൾ പറയുന്നത് വേറെ അർത്ഥത്തില്ല. പക്ഷെ പുള്ളിക്ക് തിരിയാൻ കഴിയുന്നില്ല. പുള്ളി വളരെ ഊർജ്ജസ്വലനായിട്ടാണ് പറയുന്നത്. അത് തന്നെ ഞാനും പറയുന്നു, ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. പക്ഷെ അത് നമ്മളെ പരിശുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നു. ദൈവം എപ്പോഴും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് നേർന്നവരെ രക്ഷിക്കുന്നു. അപ്പൊ ഈ ക്രൂശ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു തകർച്ചയിലേക്ക് നയിക്കുക. ആ തകർച്ചയുള്ള ഒരാളുടെ അടുത്തേക്ക് ദൈവം വന്നിട്ട് ഒരു ജീവന്റെ ഒരു പുതുക്കത്തിന്റെ പ്രക്രിയയാണ് ചെയ്യുന്നത്. പാപത്തിന് മരിക്കുക മാത്രമല്ല നീതിക്ക് ജീവിക്കാനായിട്ട് നമ്മള്. അപ്പൊ ആ നീതിക്ക് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖം എപ്പോഴും സന്തോഷമുള്ളതായിരിക്കും. അവഗണിക്കപ്പെടുമ്പം, പരിഗണിക്കപ്പെടാതിരിക്കുമ്പം, അവമാനിക്കപ്പെടുമ്പം, നിന്ദിക്കപ്പെടുമ്പം അവന് വളരെ സന്തോഷവാനാണ്. അവന്റെ മുഖത്തിന്റെ ഭാവമൊന്നും മാറത്തില്ല. പക്ഷെ ഈ ന്യായപ്രമാണത്തിന്റെ തലത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവനെ കൂടുതൽ നിരാശനാക്കിക്കൊണ്ടേയിരിക്കും. അവന്റെ മുഖം വീർത്തോണ്ടേയിരിക്കും, അവന്റെ ചിരി മാഞ്ഞുകൊണ്ടേയിരിക്കും, എപ്പോഴും അസ്വസ്ഥനായിരിക്കും. എന്നാൽ തന്നെ നീതിയിരിക്കുകയും ചെയ്യും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അക്ഷരം മിണ്ടിയോ? അതാ ചോദ്യം. പക്ഷെ മിണ്ടാനുള്ള ചില കാര്യങ്ങൾ മിണ്ടുന്നില്ല. മിണ്ടാതിരുന്നല്ല കാര്യം, പക്ഷെ ചിലത് മിണ്ടാൻ പറയുന്നുണ്ട്, അത് ചെയ്യുന്നില്ല. അപ്പൊ പോയി ഒരു സൈഡിലുള്ള നാണയം പോലെ അതൊരു വ്യാജ നാണയമാണ്. ഇത് രണ്ടും കൂടെ സംഭവിക്കുന്നിടത്താണ് ഒറിജിനൽ നാണയം. അതാണ് നമ്മളെ സന്തോഷവന്മാരാക്കി തീർക്കുന്നത്. ഇവിടെ അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്ന 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്നെ വിടുവിക്കും, അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇങ്ങനെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വഴി നടക്കുമ്പോഴും ജഡത്തിൽ എന്തിന്റെ പ്രമാണമാണല്ലേ? പാപത്തിന്റെ പ്രമാണമാണ്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇടയ്ക്കൊരു നീരസം വരും, കയ്പ് വരും, വെറുപ്പ് വരും, അസ്വസ്ഥ വരും. പക്ഷെ നമ്മളതിന് വിധേയപ്പെടുന്നില്ല, പരീക്ഷിക്കപ്പെടും. അല്ലേ? കർത്താവ് നമുക്ക് തുല്യാണ്ട് പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ അവരിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്താ? സ്നേഹവും കരുണയും ക്ഷമയും. പക്ഷെ നമ്മൾ പരീക്ഷിക്കപ്പെടും, നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താ? അതാ നമ്മൾ ശോധന ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും ഈ ജഡത്തിന്റെ പ്രമാണത്തിൽ എപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട്, ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ എന്ന് പറഞ്ഞാൽ എന്റെ വില്ലിൽ ഞാൻ എപ്പോഴും ദൈവിക പ്രമാണത്തോടൊപ്പം നിന്നിട്ട് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരാളെന്നെ ശപിക്കുമ്പോൾ
ഞാൻ ബുദ്ധിയിൽ, ആത്മാവിൽ ദൈവത്തോടൊപ്പം നിന്നിട്ട് അയാളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരാളുടെ മുമ്പിൽ തിരിച്ചു കുറ്റപ്പെടുത്താനുള്ള പരീക്ഷ എന്റെ ജഡത്തിൽ നിന്ന് വരുമ്പോൾ ഞാൻ അതിന് വിധേയപ്പെടാതെ ആ ആളുടെ നന്മയെ കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്, അവരെ അനുഗ്രഹിക്കാനാണ് ശ്രമിക്കുന്നത്. അന്നേരമാണ് ഞാൻ നീതിക്ക് ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് വരുന്നത്. മറ്റേ ഞാൻ പാപത്തിന് മരിച്ചെന്നുള്ളത് ശരിയാ, ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല, പ്രതികരിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല, പൊറുക്കാൻ കഴിയുന്നില്ല. ദൈവസ്നേഹം എൻ്റെ ഉള്ളിലില്ല. ദൈവസ്നേഹം ഉള്ളിടത്ത് പ്രധാനമായിട്ട് മുന്നേ വരുന്നൊരു കാര്യം സ്നേഹമാണ്. ആ സ്നേഹം എന്നിൽ വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ, എഫെസോസിലെ സഭയ്ക്ക് പൗലോസ് ലേഖനം 3-ാം അധ്യായത്തില് അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാൻ വരം നൽകണം എന്നാ പ്രാർത്ഥിച്ചത്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിലെ എഫെസോസിലെ സഭയ്ക്ക് വീണ്ടും എഴുതുമ്പം കർത്താവ് എന്താ പറഞ്ഞേ? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് എന്ന് പറഞ്ഞാൽ അവരതിനെ ഗൗരവത്തിലെടുത്തില്ല. അപ്പോസ്തലന്റെ പ്രബോധനത്തെ ഗൗരവത്തിലെടുത്തില്ല. എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ലേഖനത്തിന്റെ ആവശ്യം വരത്തില്ലായിരുന്നു. മറ്റു സഭകളോടൊന്നും പറയാത്തൊരു കാര്യം എഫെസോസിലെ സഭയോട് പറയുന്നുണ്ട്, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്ന് ഞാൻ നീക്കിക്കളയും. എവിടെയാ മാനസാന്തരപ്പെടണ്ടേ? അടുത്ത് തുടർന്ന് പറയുന്നുണ്ട്, അയാൾ നീ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. സ്നേഹത്തിനൊരു പ്രവൃത്തിയുണ്ട് എപ്പോഴും. എന്തൊക്കെയാ അത്? ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, ദോഷങ്ങൾ. അവിടെ പറയുന്നത് നിങ്ങൾ ആദ്യത്തെ പോലെ സ്നേഹിക്കാനല്ല പറയുന്നത്, ആദ്യത്തെ പ്രവൃത്തി. നമുക്കെല്ലാം അതറിയാം. നമ്മളെല്ലാം വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ നമുക്കൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു. ക്ഷമിക്കുന്ന, പൊറുക്കുന്ന, കരുണ കാണിക്കുന്ന, ദോഷങ്ങൾ കിടാത്ത, പോട്ടെന്നായിരുന്നു നമ്മുടെ. പക്ഷെ ഇന്ന് അങ്ങനെ പോട്ടെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെയാ പറയാ? എത്രയാന്ന് കണ്ട അങ്ങനെ പറയുന്നത്? അങ്ങനെ വിട്ടാൽ ശരിയാവൂ? ഇല്ല, ഇങ്ങനത്തെ ചിന്തകൾ കടവെന്ന് പറഞ്ഞാൽ ആദ്യ സ്നേഹം പോയി, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു. പക്ഷെ ആ സ്നേഹം വർദ്ധിച്ചു വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോട്ടെന്നുള്ള വാക്ക് കൂടുതൽ പറയുന്ന ഒരു തലത്തിലേക്കാണ് വരണ്ടേ. പക്ഷെ ഇന്നോ നമ്മൾ ആദ്യ സമയങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നോ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. നമ്മളെപ്പോലെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്കൊരു വീഴ്ച വന്നാൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവരത് പോട്ടെന്ന് വെക്കണം. പക്ഷെ മറ്റൊരാളുടെ വീഴ്ച വരുമ്പോഴും അങ്ങനൊന്നും പറ്റത്തില്ല. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നു അത് അവർക്കും ചെയ്യുകയും. ഇതാണ് ന്യായപ്രമാണം, പ്രവാചകന്മാര്. അപ്പൊ എന്താ നമ്മൾ പ്രതീക്ഷിക്കുക? നമ്മുടെ ഒരു വീഴ്ച കാണുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അത് ക്ഷമിക്കണം, പൊറുക്കണം, കണക്കെടരുത് മറ്റുള്ളവരെന്ന്. പക്ഷെ അതെനിക്ക് ലഭിക്കണം, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം അങ്ങോട്ടും ചെയ്യാൻ തുടങ്ങണം. ക്ഷമിക്കണം, പൊറുക്കണം, കണക്കിടാതിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഞാൻ വിതച്ചത് തിരിച്ചു കൊയ്യാൻ പറ്റും എനിക്ക്. കർത്താവ് മറ്റുള്ള ഹൃദയങ്ങളിൽ നിന്ന് എന്നോട് പറയും, സപ്പോർട്ട് സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ ക്ഷമിക്കാതിരിക്കുന്നിടത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യം, എന്നോട് ക്ഷമിക്കത്തില്ല. ഞാൻ പോട്ടെന്ന് വെക്കുന്നില്ലെങ്കിൽ എന്നോടുള്ള ബന്ധത്തിലും മറ്റാരും പോട്ടെന്ന് വെക്കത്തില്ല. എന്റെ പാപത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് കുടുംബീയത്തിൽ കൊണ്ടൊരു പ്രശ്നമാണ്. അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകുന്നവരും അകം കൊണ്ട് അകന്നായിരിക്കും, ഉള്ളിൽ. മറ്റേത് അകം കൊണ്ടാണ് അടുക്കുന്നത്, നമ്മൾ ഉള്ളിലാണ് അടുപ്പം കൂടുതൽ വരുന്നത്. അതാ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആ മാറ്റം വരാതെ നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് പരിധിയുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഉള്ളിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ പ്രകടിപ്പിക്കൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ഉള്ളിലുള്ളത് സ്വാഭാവികമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഈ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തായിരിക്കും എന്നുള്ളത് അവിടെ പ്രസക്തമായ ഒരു ചോദ്യം. അപ്പോസ്തലൻ പറയുന്നത്, ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തിന്റെ കൂട്ടത്തിലാണ്, ദൈവത്തിന്റെ പ്രമാണത്തിന്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ജഡത്തിൽ എന്തില്ല? അങ്ങനൊന്നും ഇല്ല. എന്റെ ജഡം എപ്പോഴും നമ്മൾ 1 Petrus 2:11 വായിക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, പ്രവാസികളും 11:12, പരദേശികളുമായി നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ജഡത്തിന്റെ മോഹം എന്താ? മരണത്തിലേക്ക് നയിക്കുന്ന അസമാധാനം, അസ്വസ്ഥത, കയ്പ്, വെറുപ്പ്, ഇതൊക്കെയാ. ആത്മാവോ ക്ഷമ, പൊറുക്കുന്നു, കരുണ കാണിക്കുന്നു, ദോഷം കണക്കിടുന്നില്ല. അത് നമ്മളെ ആത്മീയമായിട്ട് സന്തോഷത്തിന്റെ തലത്തിലേക്ക് വളർത്തുന്ന ഒന്നാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിശ്ചയത്തിൽ മുന്നോട്ട് പോകും തോറും നമ്മുടെ ജഡത്തിൽ പലതും കണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. ജഡത്തിലുള്ളത് കണ്ടിട്ട് ഇല്ല, നമ്മൾ ജഡമായിട്ടുള്ള ബന്ധപ്പെട്ടത് അതിനകത്ത് അതേ ഉള്ളൂ. ജഡത്തിലൊരു നന്മയില്ല. അതുകൊണ്ട് ജഡത്തിൽ നിന്ന് വരുന്നത് കണ്ടിട്ട് നമ്മൾ നിരാശപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സെപ്പോഴും ജഡത്തിലായിരിക്കുന്നത്. നമ്മൾ ജഡത്തെ തള്ളിപ്പറയുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് ദുർമനസാക്ഷി ഇല്ലാണ്ട് അങ്ങനെ നിൽക്കാൻ കഴിയത്തുള്ളൂ.
ഞാനിപ്പോ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ ന്യായപ്രമാണത്തിന്റെ ആത്മാവിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റത്തില്ല. നാം നമ്മെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ശോ, ഒരു വാക്കാ പറഞ്ഞെന്ന് വിചാരിക്കുക. പിന്നെ കുറേ ദിവസം നമ്മുടെ ചിന്ത അത് പറയണ്ടായിരുന്നു, പറഞ്ഞു കുടുങ്ങിപ്പോയല്ലോ, പറയണ്ടായിരുന്നു. പക്ഷെ ആത്മാവിൽ ജീവിക്കുന്ന ഒരാള് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാലും അവനത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് പിന്നെ അവന് അതിനെക്കുറിച്ചൊരു നിർമ്മനസാക്ഷിയില്ല. കർത്താവിനത് കണക്കിടുന്നില്ല. അവിടെ വ്യക്തമായിട്ട് പൗലോസ് പറഞ്ഞ അപ്പോസ്തലൻ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റും, അത് ചെയ്ത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഞാൻ അതിനെ തള്ളി പറയുന്നു. ഞാൻ സ്വസ്ഥനായി, എനിക്ക് തുറമനസാക്ഷിയില്ല. ഞാൻ വീണടത്തിന്ന് ചാടി എഴുന്നേറ്റിട്ട് കൂളായിട്ട് നടന്നു പോകും. ആത്മീയർത്ഥത്തെ ഞാൻ പറയുന്നത്. മറ്റേത് എന്നാന്ന് ചോദിച്ചാൽ എഴുന്നേറ്റിട്ട് തന്നെത്താൻ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ആകെ അസ്വസ്ഥനയും അസമാധാനവും സന്തോഷവും എല്ലാം പോയി, ഭാരവും പ്രയാസവും, വൈകുന്നേരം ഒന്ന് വചനം വായിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു വലിയ ഭാരത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഡിവിഷൻ നമ്മളിൽ വന്നിട്ട് നമ്മൾ ഇതിനെ വ്യക്തമായിട്ട് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഒരു സമയത്ത് ഞാനും അതിനകത്ത് എപ്പോഴും കുടുങ്ങുമായിരുന്നു. എന്തുകൊണ്ട്? അതിന്റെ കാരണം എന്താ? നമുക്ക് യാക്കോബോസ് പറയുന്നുണ്ടല്ലോ, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് ഈ ജഡത്തിലുള്ള മോഹങ്ങളാണ്. അപ്പൊ മോഹം ഗർഭം ധരിച്ചു ഇല്ലയോ എന്നുള്ളതാ പ്രശ്നം. ആ മോഹത്തെ നമ്മുടെ മനസ്സ് ഏറ്റെടുത്തു. ആ കയ്പിനെ, വെറുപ്പിനെ, അസ്വസ്ഥതയെ അത് ഏറ്റെടുത്തെങ്കിൽ ഗർഭധാരണം നടന്നു, പാപം മുഴുത്തിട്ട് മരണം. നമ്മുടെ ഉള്ളിൽ അത് വളർന്നു വന്നിട്ട് ഒരു മരണം പാപമായിട്ട് പുറത്തേക്ക് വരും. പക്ഷെ ഞാൻ അതിനെ ഇടകൊടുക്കുന്നില്ല. എന്റെ ചിന്ത വന്നു, ഞാൻ അതിനെ അന്നേരം റിജക്റ്റ് ചെയ്യുന്നു, അന്നേരം തള്ളിക്കളയുന്നു. അപ്പൊ ചിന്ത വന്നതിന്റെ പേരിൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പലപ്പോഴും സാത്താൻ അതിന്റെ പേരിൽ നമ്മളെ നിരാശപ്പെടുത്തും. അല്ലെ? പ്രത്യേകിച്ച് ഈ കണ്ണിനെ സൂക്ഷിക്കുന്ന കാര്യത്തിലുള്ള പോരാട്ടത്തിൽ സാത്താൻ എപ്പോഴും നമ്മൾ നോക്കി, അന്നേരം സാത്താൻ പറയും, കണ്ടില്ലേ നീ നോക്കിയില്ലേ. പക്ഷെ അവിടെ നമ്മൾ ഈ ഒരു ആത്മാവ് നിൽക്കുകയാണെങ്കിൽ നോക്കിയതിനെന്താ? ഞാൻ മോഹിച്ചില്ല. അവിടെ വചനം പറഞ്ഞിരിക്കുന്ന സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവരെന്ന്. അപ്പൊ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നോക്കിയാൽ പോലും സാത്താൻ അന്നേരം നമ്മളോട് പറയും, കണ്ടില്ലേ നീ നോക്കിയില്ലേ. അവിടെ നമ്മുടെ മറുപടി എന്താ? ഞാൻ നോക്കിയതിനെന്താ? നോക്കരുത് ദൈവം പറഞ്ഞിട്ടില്ല, പിന്നെ എന്താ പറഞ്ഞേ? മോഹിക്കേണ്ടത് നോക്കരുതെന്ന്. ഞാൻ മോഹിച്ചോ എന്നുള്ളതാ പ്രശ്നം. എന്റെ ജഡത്തിലുള്ള മോഹത്തിന് എന്റെ ചിന്തയിൽ ഇടകൊടുത്തോ? ഇല്ലെങ്കിൽ ഞാൻ ഫ്രീയാ, ഞാൻ സ്വതന്ത്രനാ. സാത്താൻ പറയാൻ വന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴും ഞാൻ അവനെ അവഗണിക്കുകയായിരുന്നു. അതിന് ചെവി കൊടുക്കത്തില്ല. കാരണം എൻ്റെ ഉള്ളിൽ എനിക്ക് ദുർമനസാക്ഷിയില്ല, എനിക്ക് വളരെ ബോധ്യങ്ങളുണ്ട്, ഞാൻ സന്തോഷവാനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്റെ ചിന്തയിൽ ഇടകൊടുത്തെങ്കിൽ ഞാൻ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ട്. ചിന്തയിലോട്ട് ഞാനത് സ്വീകരിച്ചെങ്കിൽ. ഒരിക്കല് ഒരു ഭക്തയായ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, കാക്ക നിങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ പറന്നു പോകുന്നത് നിങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല, പക്ഷെ കൂട് വെക്കുന്നത് തടയാൻ പറ്റും നിങ്ങളുടെ തലയിൽ. ഇതാണ് ചിന്താമണ്ഡലത്തിന്റെ പ്രശ്നം. സാത്താൻ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ചിന്തകളിൽ ഇങ്ങനെ ഓരോന്ന് നമ്മൾ പോരാടുന്ന തലത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ ചിന്ത ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നമ്മളതിനെ സ്വീകരിക്കുന്നുണ്ടോ തള്ളിക്കളയുന്നുണ്ടോ? ഞാനതിനെ തള്ളിക്കളയുന്നിടത്ത് എനിക്ക് ദുർമനസാക്ഷിയുടെ ആവശ്യമില്ല. പക്ഷെ സാത്താൻ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. അവിടെ നമ്മൾ സാത്താനോട് പറയേണ്ട ഒരു കാര്യം കർത്താവ് പറഞ്ഞു തന്നെയാ, സാത്താൻ എന്നെ വിട്ട് ഓ. അവിടെ നമുക്കൊരു ദാക്ഷിണ്യത്തിന്റെ ആവശ്യമില്ല. ഞാൻ കർത്താവിന്റെ കൂട്ടത്തിലാണ്. ആ ഒരു നിലപാട് നമ്മൾ ആന്തരികം അതുള്ളിടത്ത് ഈ ദുർമനസാക്ഷിയിൽ നിന്ന് ഇപ്പൊ സൗകര്യടുത്ത് കോപിച്ചു പോയി. ഞാൻ അന്നേരം തന്നെ ഏറ്റു പറയുന്നത്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ കോപിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം. പിന്നെ അവിടെ ദുർമനസാക്ഷിയുടെ ആവശ്യമേ വരുന്നില്ല. പക്ഷെ എന്റെ സ്വന്തം ശക്തി കൊണ്ട് നയിക്കുന്ന ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പിന്നെ എപ്പോഴും ശേ എന്നുള്ളൊരു പദപ്രയോഗമായിരിക്കും എപ്പോഴും. ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കും. അപ്പൊ അതിനെന്താ പറയുന്നത്? നമ്മൾ പാപം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. നാം പാപം ചെയ്തെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ സന്നിധിയിലുണ്ട്. അത് നമ്മുടെ പാപങ്ങളുടെ മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നമ്മൾ ഏറ്റുപറയുക, ധൈര്യമായിട്ട് പിന്നെ മുന്നോട്ട് പോവുക. പിന്നെ സാത്താനെ അനുവദിക്കാതിരിക്കും കുറ്റപ്പെടുത്താൻ. കാരണം സെറ്റിൽഡായ കാര്യമാണ്. ഒരു കടമുണ്ട്, കടം കൊടുത്തു തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞ പോലെയാ. നമ്മളങ്ങനെ കോപിച്ചു ഇതിന് കടമാണ്, ഞാൻ അതിന് ക്ഷമ പറയുന്നവരുടെ കടം വീടി, പിന്നെ സാത്താനാ കാര്യം. നമ്മുടെ പാട്ടി പാടാറില്ലേ, നമുക്ക് കാര്യമുള്ളത് ദൈവത്തോടാ. ഭയം സംശയങ്ങൾ തീരെ നീങ്ങുവാൻ എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് താൻ, അതിലൊരു വള്ളി ഇല്ലാതാകുമോ പോകില്ലൊരു പുള്ളി, സാത്താനെ നീ പോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ദൈവത്തിന് സത്യമാണ്, അതിന് മാറ്റമില്ല. ആ വചനോട് ഏറ്റു പറയാൻ പറഞ്ഞാൽ ഏറ്റു പറഞ്ഞു, ക്ഷമ ചോദിക്കാൻ പറഞ്ഞു ക്ഷമ ചോദിച്ചു, നീ പോ, നിനക്കെന്താ കാര്യം? ഞാനും എന്റെ കർത്താവുമായിട്ടാ കാര്യമുള്ളൂ, ഞങ്ങൾ തമ്മിൽ അത് തീർത്തു.
പിന്നെ നിനക്കെന്നെ ഇത്ര ഭാരം. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ഒരു മനോഭാവത്തിൽ നിൽക്കാതെ ഈ കുറ്റപ്പെടുത്തലിന് വിധേയപ്പെട്ടു പോകും. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, നിരാശ വരും, പിന്നെ സൗകര്യയുടെ മുഖത്തേക്ക് നോക്കി ഒരു മടി വരും. അല്ലേ? പലപ്പോഴും ഇല്ലേ, കോപിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഖത്തോട് നോക്കുമ്പോൾ നമുക്കൊരു വൈക്ലബ്യമൊക്കെ തോന്നും. എന്തുകൊണ്ടാ? ശരിക്കും നമ്മൾ അവിടെ കർത്താവുമായിട്ട് സെറ്റിലായ കാര്യമാണ്. പിന്നെ നമുക്ക് ഒരു വൈക്ലബ്യത്തിന്റെ ആവശ്യമില്ല. ധൈര്യമായിട്ട് ഇന്നലെ ഒരു CSI ഒരു കല്യാണം, എന്റെ സുഹൃത്തിന്റെ മോന്റെ കല്യാണത്തിന് പോയി. എനിക്കവിടെ എന്നെ ആകർഷിച്ച ഒരു കാര്യം, ആ സഹോദരി ഏറ്റു പറഞ്ഞപ്പം പുള്ളിയുടെ കണ്ണിലോട്ട് നോക്കി ചിരിച്ചോണ്ട ഇത് മുഴുവൻ സന്തോഷത്തോടെ ഏറ്റു പറയും. പലപ്പോഴും നമ്മുടെ പല മീറ്റിങ്ങുകളും ഞാൻ സാറിന്റെ കല്യാണങ്ങൾ സംബന്ധിച്ചിട്ട് മുഖത്തോട് നോക്കുകയില്ല, ആകെപ്പാട് ഒരു തരത്തിൽ പറഞ്ഞൊപ്പിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നി ഇത് കണ്ടിട്ട്. ചെറിയ പുഞ്ചിരിയുടെ കണ്ണിലോട്ട് നോക്കി അതെല്ലാം പുള്ളിക്കാരി ഏറ്റു പറയുന്ന രംഗം എനിക്ക് അത്ഭുതം തോന്നി. ഇന്ന് പറഞ്ഞ പോലെയാ, നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ അതായിരിക്കുന്നതാണ് വിശ്വസിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. വചനം അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്തു, തീർന്നു, ആ പ്രശ്നം തീർന്നു. പിന്നെ സാത്താൻ ഇങ്ങനെ പുറകെ വരുമ്പോൾ നമ്മൾ അവനെ ആട്ടുക വേണ്ടി. സാത്താനെ നീ നിനക്കെന്നാ കാര്യം? ഈ നമുക്ക് കാര്യമുള്ള ആരുമായിട്ട് നമ്മളത് വായിക്കുന്നില്ല പറയാനായിട്ട്. അവന്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായിട്ട് കിടക്കുന്ന നമുക്ക് അവനുമായിട്ടാ കാര്യമുള്ളത്. സൈനികരായ ഒരാള്, സൈന്യത്തിലുള്ള ഒരാളുടെ പ്രത്യേകത എന്താ? അവനെന്തേലും ചെയ്താൽ സൈനിക കോടതിയാണ് അവനെ ശിക്ഷ വിധിക്കുന്നത്, സിവിൽ കോടതിയല്ല. അതിന്റെ ഉള്ളിലാ എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവുമായുള്ള ഒരു ബന്ധത്തിലായി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കർത്താവുമായുള്ള ബന്ധത്തിലാണുള്ളത്. അപ്പം കർത്താവ് നമുക്ക് ശിക്ഷിക്കുകയോ ശാസിക്കുകയോ തിരുത്തുകയോ തല്ലുവോ എല്ലാം നമ്മൾ സന്തോഷത്തോടായിരിക്കും. പക്ഷെ സാത്താന്റെ തല്ലുകൊള്ളേണ്ട ആവശ്യമില്ല. സാത്താനോട് നീയും ഞാനുമായിട്ടൊരു കാര്യമില്ല, എനിക്ക് എന്റെ കർത്താവുമായിട്ട കാര്യം. സാത്താനെ നീ പോവും. അല്ലെ? വേറൊരു പാട്ടിൽ വല്ലൊരു മുറിവേൽക്കുകയിൽ നശിക്കുകയില്ല ഞാൻ, തന്റെ ശത്രുവിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയില്ല താൻ, നല്ല പോർപ്പൊരുതും ഞാൻ. അപ്പൊ നമുക്കൊരു മുറിവ് പറ്റിയാൽ പോലും കർത്താവ് ഉടനെ സാത്താനെ ഏൽപ്പിക്കത്തില്ല. നമ്മൾ മാനസാന്തരപ്പെടുന്നവരാണ്. മാനസാന്തരപ്പെടാത്തോടുള്ള ബന്ധത്തിലാണ് സാത്താനെ ഏൽപ്പിക്കുന്നത്. അപ്പോസ്തലൻ പറയുന്നില്ലേ, അവന് ജഡസംഹാരത്തിനായി ദൂഷണം പറയുന്നതിനോടാണ്. ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് അവന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് സാത്താന്റെ കുറച്ച് ആൾക്കാർ കൊടുക്കും, നല്ല അടി മേടിക്കാൻ, അടി കൊടുക്കാൻ, ഉപദ്രവിക്കാൻ. പക്ഷെ നമ്മൾ മാനസാന്തരപ്പെടുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഒരിക്കലും ശത്രുവിനെ കൊടുക്കത്തില്ല, നമ്മളെ ചേർത്ത് പിടിക്കുക ചെയ്യുന്നു. കാരണം നമ്മൾ ദൈവനെ അങ്ങനെ അനുസരിക്കുന്നു. ക്ഷമ ചോദിക്കാൻ പറഞ്ഞ് ക്ഷമ ചോദിച്ചു, ക്ഷമ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തു. അല്ലെ? നമ്മളൊന്ന് വീണുപോയി, പക്ഷെ ചാടി എഴുന്നേറ്റ് വചനം പറഞ്ഞവരും ചെയ്ത് മുന്നോട്ട് പോകും. നമ്മുടെ ഈ ഒരു മനോഭാവത്തിൽ പോകുന്നിടത്ത് നമുക്ക് ദുർമനസാക്ഷിക്ക് യാതൊരു അവകാശമില്ല. ഈ സാത്താനാണ് ദുർമനസാക്ഷി കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളോട് പറയുന്നത്, ദുർമനസാക്ഷി നീങ്ങുമാരെ ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവര്, ദൈവവചനത്താലുള്ള കഴുകൽ, അത് നമ്മൾ സ്വീകരിക്കണം. ദൈവനം പറയുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഈ വചനത്തിന്റെ കഴുക്ക് നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടവ് കൊടുക്കണം, നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തായിട്ട്. വചനം അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നിടത്ത് വചനം നമ്മളെ കഴുകും, നമ്മുടെ ദുർമനസാക്ഷിയെ കഴുകും. ദൈവനത്താൽ കഴുകപ്പെട്ടിട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താലും ദൈവത്തിന്റെ വചനത്താലുള്ള കഴുകല് നമുക്ക് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കാൻ നമ്മളെ സഹായിക്കും. ആ ഒരു ആത്മാവിൽ നമുക്ക് സാത്താനോട് പോരാടാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഈ രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തെ ഒരു ശിശുവിനെ പോലെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം താഴ്മയുള്ള ഒരു ഹൃദയം നൽകിയ അടിയങ്ങളെ സഹായിക്കണം. അതിനെതിരായിട്ട് അടിയങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് കാണുന്നത് കർത്താവേ, അതിനെ തിരസ്കരിക്കുവാനും അവിടുത്തെ ആത്മാവിനും അവിടുത്തെ വചനത്തിനും പൂർണ്ണമായിട്ട് വിധേയപ്പെടുവാനും തക്കവണ്ണം താഴ്മയും സൗമ്യതയുടെ ഹൃദയം നൽകിയ അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, ആമേൻ.